യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ഒന്നാം പ്രതി. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, ഈ അറസ്റ്റ് എപ്പോഴാണ് സംഭവിച്ചത്? കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇത് സംബന്ധിച്ച വിശദീകരണമോ അവരുടെ തുടർ നീക്കങ്ങളെ പറ്റിയുള്ള പദ്ധതിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി എന്തായിരിക്കും നടപടികൾ? മോത്തി, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ നേതൃത്വത്തിൽ അതിക്രമം നടക്കുന്നു എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നത്. അന്ന് ആ മാർച്ച് വലിയ തോതിൽ സംഘർഷത്തിലേക്ക് കലാശിച്ചിരുന്നു. പോലീസിന് നേരെ വലിയ തോതിലുള്ള ആക്രമണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വലിയ സംഘർഷമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട കേസിലാണ് ആ കേസിലെ 4ാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ നിന്നും രാവിലെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് രാഹുലിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് തിരുവനന്തപുരത്ത് എത്തിച്ച് രാഹുലിനെ വിശദമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും രാഹുലിനെ വിളിപ്പിച്ചിരുന്നില്ല. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്. ഈ കേസിലെ 1ാം പ്രതി വി.ഡി. സതീശനാണ്. വി.ഡി. സതീശനാണെന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചത്. വി.ഡി. സതീശൻ മടങ്ങിയ ശേഷമാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് ആ മാർച്ച് കലാശിക്കുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് വി.ഡി. സതീശൻ തന്നെ എത്തി അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ അടക്കം മോചിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അന്ന് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി വി.ഡി. സതീശൻ 1ാം പ്രതി, 2ാം പ്രതി പാലക്കാട് എം.എൽ.എ. ഷാഫി പറമ്പിൽ, 3ാം പ്രതി കോവളം എം.എൽ.എ. എൻ വിൻസെന്റ്, 4ാം പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. അങ്ങനെയായിരുന്നു അന്നത്തെ എഫ്ഐആർ ഉണ്ടായിരുന്നത്. പക്ഷേ ആ കേസിലെ 1ഉം 2ഉം 3ഉം പ്രതികളെ ഇതുവരെയും ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. ആദ്യ ഘട്ടത്തിൽ തന്നെ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. രാഹുലാണ് അന്ന് ആ മാർച്ച് നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. ഷാഫി പറമ്പിലും ആ മാർച്ചിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഷാഫിയോട് ഇതുവരെ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് അടക്കം ഷാഫിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഷാഫി അടക്കം വ്യക്തമാക്കുന്നത്. പിന്നീട് ഈ രാഹുലിനെ എന്തുകൊണ്ട് ഇങ്ങനെ വേഗത്തിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഉയരുന്നത്. പ്രതിഷേധത്തിനുള്ള നീക്കങ്ങളടക്കം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. രാവിലെ വീട്ടിലെത്തിയാണ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാതെ എന്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മറ്റു വിഷയങ്ങൾ മറച്ചുവെക്കാനായുള്ള അറസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് അവർ കാണുന്നത്. പക്ഷേ അന്ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് വലിയ തോതിൽ അക്രമാസക്തമായിരുന്നു. സെക്രട്ടേറിയറ്റിനകത്ത് നിൽക്കുന്ന പോലീസുകാരെ അടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പട്ടികകഷ്ണങ്ങൾ അടക്കം ഉപയോഗിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന ഷീൽഡുകൾ അടക്കം തല്ലി തകർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ തോതിൽ അക്രമത്തിൽ കലാശിച്ച ഒരു മാർച്ചാണ്. ആ മാർച്ചുമായി ബന്ധപ്പെട്ട് നേരത്തെ 31 പേർ അറസ്റ്റിലായിരുന്നു. വിവിധ ആളുകൾ അതിൽ പല ആളുകൾക്കും ജാമ്യവും ലഭിച്ചിരുന്നു. അതിനുശേഷവും ഈ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി തന്നെയാണ് മുന്നോട്ട് പോയത്. അന്ന് ഈ മാർച്ചിൽ പങ്കെടുത്ത പ്രവർത്തകർ പിന്നീട് പ്രകടനമായി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ DCC ഓഫീസിലേക്ക് മടങ്ങിയിരുന്നു. ആ DCC ഓഫീസിൽ കയറി പ്രധാനപ്പെട്ട പ്രവർത്തകരെ രാഹുലിനെ അടക്കം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണെന്ന ആ നീക്കം തടഞ്ഞത്. അന്ന് പോലീസ് വളരെ കുറച്ച് പ്രവർത്തകരെ മാത്രം, മറ്റു പുറത്തുണ്ടായിരുന്ന കുറച്ച് പ്രവർത്തകരെ മാത്രം അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും മടങ്ങുകയാണ് ചെയ്തത്. അന്ന് കാര്യമായ നീക്കത്തിലേക്ക് അവിടെയും ഒരു സംഘർഷം ഉണ്ടാകും എന്നതിന്റെ പശ്ചാത്തലത്തിൽ